ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മീനാക്ഷി പറയുകയാണ്, മൈഥിലിയുടെ ഈ അവസ്ഥയിൽ എനിക്ക് അവളോട് സഹതാപമൊക്കെയുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിന് അവൾ എന്തെങ്കിലും തടസ്സമാകുമോ എന്ന് വേണം എനിക്കറിയാൻ. നമ്മൾ രണ്ടും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാ മീനാക്ഷി ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അതിന് ഞാൻ ACPയുടെ ലീഗലായിട്ടുള്ള ഭാര്യയല്ലല്ലോ എന്ന് മീനാക്ഷി പറയുമ്പോൾ അതിനുകൂടി വേണ്ടിയിട്ടാ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് കാർത്തി പറയുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളെ നോർമലാകും. ആ സമയത്ത് ഡിവോഴ്സ് വാങ്ങി നമുക്ക് അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാം. നേരം പുലർച്ചെയാകുന്നു. കാർത്തി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മീനാക്ഷിയെയും കുഞ്ഞിനെയും കാണുന്നില്ല. ഇത് കണ്ട് ടെൻഷനോട് നിൽക്കുകയാണ് കാർത്തി. രാവിലെ തന്നെ മീനാക്ഷി എവിടെ പോയിന്ന് കാർത്തി ടെൻഷനോട് പറയുന്നു. അതേസമയം കുഞ്ഞിനെ കുളിപ്പിക്കുകയായിരുന്നു മീനാക്ഷി. ശബ്ദം കേട്ടുകൊണ്ട് കാർത്തി പുറത്തേക്ക് ചെല്ലുന്നു. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി വരില്ലായിരുന്നോ കുളിപ്പിക്കാനെന്ന് കാർത്തി ചോദിക്കുമ്പോൾ അതിലൊന്നും ആവശ്യമില്ലെന്നും ഞാൻ കുളിപ്പിച്ചു കഴിഞ്ഞു. കുഞ്ഞിന്റെ കാര്യമൊക്കെ നോക്കാൻ എനിക്കറിയാമെന്ന് മീനാക്ഷി പറയുന്നു. അപ്പോ എന്റെ കാര്യം നോക്കാനോ? എന്റെ ഭർത്താവിന്റെ കാര്യത്തിന് ഞാൻ ഇതുവരെ എന്തെങ്കിലും മുടക്കം വരുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ACP പെട്ടെന്ന് പോയി റെഡിയായി വരാൻ നോക്ക്. ദോശയും സാമ്പാറുമൊക്കെ റെഡിയായി ഇരിക്കുകയാണെന്ന് പറഞ്ഞ് മീനാക്ഷി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാർത്തി. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയെയാണ്. കാർത്തി മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പഴയതെല്ലാം താൻ മറക്കണം. ഞാൻ തന്നെ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ടാ കാണുന്നത് എന്നൊക്കെ കാർത്തി പറയുമ്പോൾ എന്നാലും എല്ലാവരുടെയും എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് കാർത്തി എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേ എന്ന് മൈഥിലി ചോദിക്കുന്നു. തന്റെ മനസ്സും ശരീരവും ഒരേപോലെ സുഖമാകുമ്പോൾ തനിക്കിവിടെ നിന്ന് പോകാം. ഇത് കേൾക്കുന്ന മൈഥിലി ചോദിക്കുകയാണ്, ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടുമോ? എന്നെ എൻ്റെ കുഞ്ഞിനെ കാണാൻ ഒന്ന് അനുവദിക്കാമോ എന്ന് മൈഥിലി ചോദിക്കുന്നു. നിന്റെ കുഞ്ഞോ എന്ന് ദേഷ്യത്തോടെ കാർത്തി ചോദിക്കുമ്പോൾ അറിയാതെ ചോദിച്ചു പോയതാണെന്നും ഇനി ചോദിക്കില്ല, എന്നോട് ക്ഷമിക്കണമെന്നും മൈഥിലി പറയുന്നു. തുടർന്ന് കാർത്തി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, കുഞ്ഞിനെ ഇവിടെ എല്ലാവരും സ്നേഹിക്കുന്നുമുണ്ട്, ലാളിക്കുന്നുമുണ്ട്. അതുപോലെ തനിക്കും കുഞ്ഞിനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യാം. വരൂ, ഞാൻ കുട്ടിയെ കാണിക്കാം, മീനാക്ഷിയോട് പറയുകയും ചെയ്യാമെന്ന് പറഞ്ഞ് കാർത്തി മൈഥിലിയെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നു. അതേസമയം കുഞ്ഞിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മീനാക്ഷി. കുഞ്ഞിനെ ഒരുക്കിയോ എന്ന് ചോദിച്ചുകൊണ്ട് കാർത്തി വരുമ്പോൾ ഒരുക്കി ACP എന്ന് പറഞ്ഞ് മീനാക്ഷി നോക്കുന്നു. അതേസമയം കാർത്തിയുടെ കൂടെ മൈഥിലിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മീനാക്ഷി. മീനാക്ഷി, മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. കുഞ്ഞിനെ എടുക്കാനും ലാളിക്കാനുമൊക്കെ നീ മൈഥിലിയെ കൂടി അനുവദിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് മൈഥിലിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കാർത്തി. അമ്മയുടെ പൊന്നുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഉമ്മ വെക്കുകയാണ് മൈഥിലി. ഇത് കണ്ട് ദേഷ്യത്തോടെ കുഞ്ഞിനെ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് മീനാക്ഷി പറയുമ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മീനാക്ഷിയെ സമാധാനിപ്പിക്കുകയാണ് കാർത്തി. ഇതെല്ലാം കണ്ട് ആകെ തകർന്നിരിക്കുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് കാർത്തി ഓഫീസിലേക്ക് പോകാൻ നേരം കാർത്തിയുടെ പിന്നാലെ കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ് മൈഥിലി. ദേ അച്ഛൻ പോകുന്നു, ടാറ്റ കൊടുക്കാനൊക്കെ പറഞ്ഞ് മൈഥിലി കുഞ്ഞിനെ ഓമനിക്കുന്നു. അതേസമയം ഇത് കണ്ടുകൊണ്ട് ദേഷ്യത്തില് സാവിത്രിയും മീനാക്ഷിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. മൈഥിലി എന്റെ കുഞ്ഞിനെ തരാൻ മീനാക്ഷി പറയുമ്പോൾ മൈഥിലി കുഞ്ഞിനെ കൊടുക്കുന്നില്ല. തുടർന്ന് മീനാക്ഷി ബലം പ്രയോഗിച്ച് കുഞ്ഞിനെ വാങ്ങുകയാണ്. അഭയം കൊടുത്തപ്പോഴേ അവളിവിടെ പണി തുടങ്ങിയെന്ന് സാവിത്രി പറയുമ്പോൾ നീ ആരോട് ചോദിച്ചിട്ടാ കുഞ്ഞിനെ എടുത്തതെന്ന് നന്ദിനി ചോദിക്കുന്നു. കാർത്തി പറഞ്ഞിട്ടാ ഞാൻ കുഞ്ഞിനെ എടുത്തതെന്ന് മൈഥിലി പറയുമ്പോൾ ആര് പറഞ്ഞിട്ടാണെങ്കിലും നീ ആ ആർത്തി ഇവിടെ കാണിക്കണ്ടെന്ന് സാവിത്രി പറയുന്നു. തുടർന്ന് മീനാക്ഷി ദേഷ്യത്തോട് പറയുകയാണ്, മേലാൽ നീ എൻ്റെ കുഞ്ഞിനെ എടുക്കരുത്. പ്രസവിച്ചതിൻ്റെ കണക്ക് പറഞ്ഞു വന്നാലേ നീ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കും. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ ദൈവമേ എന്ന് കരുതി ഞാനൊരു അമ്മയല്ലാതാകുമോ എന്ന് മൈഥിലി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. അമ്മ എന്താണെന്ന് ദേവമ്മയ്ക്ക് അറിയില്ല. കാരണം ദേവമ്മ ഒരു അമ്മയല്ല. കാരണം നിങ്ങൾ പ്രസവിച്ചിട്ടില്ലെന്നും മൈഥിലി ദേഷ്യത്തോടെ പറയുമ്പോൾ മൈഥിലിയുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് രാജലക്ഷ്മി അമ്മ. തുടർന്ന് മീനാക്ഷി പറയുകയാണ്, ഇന്നലെ രാത്രി നിനക്ക് ആഹാരം തന്നതേ എൻ്റെ അമ്മയാണ്. മേലാൽ ഇനി എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലേ നീ ജീവനോടെ ഉണ്ടാകില്ല. തുടർന്ന് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് മൈഥിലി. എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരേ ഒരു കാരണക്കാരൻ ആ വൈശാഖ് മാത്രമാണ്. അവൻ ഇത്ര ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ലെന്നൊക്കെ മൈഥിലി പറയുമ്പോൾ വൈശാഖ് മൈഥിലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ മൈഥിലി കോൾ എടുക്കാതിരിക്കുമ്പോൾ വൈശാഖ് മെസ്സേജ് അയക്കുകയാണ്, നിന്നെ എന്താണെങ്കിലും ചെമ്പകമംഗലത്ത് സമാധാനമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഭർത്താവിനോടൊപ്പം നീ നന്നായിട്ട് ജീവിക്കുകയുമില്ല. ഇത് കേൾക്കുന്ന മൈഥിലി ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.